പണ്ട് വെക്കേഷൻ ടൈമില് നമ്മളൊക്കെ മരത്തുനിന്ന് കയറിയൊക്കെ പറിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇതിപ്പം മരമൊക്കെ വലുതായി പോയി പറിക്കാനും പറ്റുന്നില്ല. അപ്പൊ കണ്ണിപ്പോ കൊതി കൊണ്ട് നിർത്തിയതാണ്. ഭയങ്കര ടേസ്റ്റ് ആണ്, വെച്ചാൽ ചക്കയ്ക്കാട്ട് ടേസ്റ്റ് ആണ് ഈ സാധനത്തിന്. അപ്പൊ അങ്ങനെ കണ്ടപ്പോ കൊതി കൊണ്ട് നിർത്തിയതാണ്. ഇത് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ലുലുവിൽ കണ്ടിരുന്നു. അവിടെ അതിന് ഏതാണ്ട് 400 രൂപയായിരുന്നു വില. ഇതില് വിഷാംശമൊന്നും ഇല്ലാത്ത സാധനമാണ്. അതായത് നാടൻ ഫ്രൂട്ട്സുകളാണ്. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാടൻ ഫ്രൂട്ട്സുകളാണ് ഇവിടെ ഉള്ളത്. ഇതിന് ആഞ്ഞിലിച്ചക്ക എന്ന് പറയുന്നത് നമ്മള് പഴയ കാലത്ത് ഇത് പറിച്ച് കളയുന്ന സാധനമായിരുന്നു. വയനാട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനമാണ്. അധികം എളുപ്പത്തിൽ പറിക്കാൻ കഴിയില്ല. ഇത് ബംഗാളികളെ കൊണ്ടുപോയിട്ട് മലയാളിമാര് പറിപ്പിക്കണം. മലയാളിമാർ എന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് പണിക്ക് നിർത്തിയിട്ട് നമ്മൾ ആറാളുണ്ട്. ഇങ്ങനെ ലൈനിലിട്ടിട്ട് പോക്കാണ്. അപ്പൊ ഓലെ കൊണ്ട് ഇതാക്കിയിട്ട് പറപ്പിക്കുന്നതാണ്. പെട്ടെന്ന് പറിക്കാൻ കഴിയില്ല. ഒരു എലമേലുണ്ടാവണം. നല്ലൊരു സാധനമാണ്. ഇതൊന്ന് ടേസ്റ്റ് നോക്കി. നല്ല സാധനം, നല്ല രുചിയുള്ള. ഓ, ഇതിപ്പോ 200 രൂപ വിൽക്കണായി. പക്ഷെ 160 തോന്നിയ തൂക്കത്തിൽ പോണേ. മനസ്സിലാക്കി മലയാളിമാര് വന്നാലും ഞാൻ അങ്ങനെ പറയുള്ളൂ. മലയാളിമാരോട് നമ്മൾ പറയാലോ, ഒരു തുഞ്ചിട്ടല്ലേ, നമ്മൾ അവനാവണ്ടല്ലോ. നല്ലതാണെങ്കിൽ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇത് നമ്മളൊക്കെ ചെറുപ്പത്തിലെ മാത്രമേ ഇത് കഴിച്ചിട്ടുള്ളൂ, പിന്നെ കിട്ടാറില്ല. അതുകൊണ്ട് കണ്ടപ്പോ ഒരു കൗതുകം തോന്നി. ഇങ്ങനെ ആഞ്ഞിലിച്ചക്ക എന്ന് പറയുന്നത് നമ്മള് പഴയ കാലത്ത് ഇത് പറിച്ച് കളയുന്ന സാധനമായിരുന്നു. അതും സുലഭമായിട്ട് കിട്ടും. പക്ഷെ നമുക്ക് കിട്ടത്തില്ല. കാരണം പക്ഷികളൊക്കെ തിന്ന് പറിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളിതുപോലെ വഴികളിൽ കാണുമ്പോൾ അതിന്റെ ടേസ്റ്റ് അന്നത്തെ ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് ഇപ്പൊ വഴി വരുന്നു മേടിക്കുന്നത്. ഇപ്പൊ ഇതിന് കിലോയ്ക്ക് 200 രൂപയാണ് കൊടുക്കണം. ഒരു കിലോ 200 രൂപ. ഇത് പറയുന്ന വയനാട് നിന്ന് കൊണ്ടുവരുന്നതാണ് പറയുന്നത്. നമ്മുടെ ചെറുപ്പത്തില് ഞങ്ങളിത് പറിച്ച് ടേസ്റ്റ് ചെയ്യുകയും തിന്നുകയൊക്കെ ചെയ്യും. ഇപ്പൊ ഈ സ്ഥിരമായി കിട്ടുന്നില്ല ഈ സാധനം. കാര്യം ഈ മരങ്ങളൊക്കെ വെട്ടിമുറിച്ച് മാറ്റുന്നത് കൊണ്ടും അല്ലാതെ തന്നെ കയറി പറിക്കാൻ പറ്റിയ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. ഭയങ്കര മരങ്ങളായി. ഇതിപ്പോ ഇവിടെ പറിക്കണമെങ്കിൽ അന്യാട്ടുകാർ വന്നാണ് പറിച്ചെടുക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തൊക്കെ ഉണ്ട്, നമുക്ക് കിട്ടുന്നില്ല ഈ സാധനം. പക്ഷികൾ നിന്ന് മാറ്റും. ഇത് മലയാളിമാര് പറഞ്ഞ വയനാട്ടിൽ നിന്നാണ്. ഞാൻ കോഴിക്കോട് അന്ന് വന്ന ഇവിടെ നമ്മള് ആറാളുണ്ട്. അല്ല, ഒരു ചെറിയ വണ്ടിക്ക് അതേമാതിരി വണ്ടി ഉണ്ട്. അങ്ങോട്ട് അങ്ങനെ ഞാൻ ഇവിടെ ഇവിടെ ആദ്യം ഇവിടെ ഇറക്കി. കിലോ 200 രൂപ. ടൗണിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായി. അതുപോലെ എല്ലാവരും ഇറക്കി. പേരെന്താ? എന്റെ പേര് മൊയ്തി. എന്റെ പേര് അബ്ദുൽ. ഇത് കിലോ 200.